തദ്ദേശ വോട്ടെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരുക്കങ്ങൾ തകൃതി. വോട്ടെടുപ്പ് നടക്കുന്ന കോളേജിലും സ്കൂളുകളിലും ഇന്ന് രാവിലെ 11 മണിയോടെ വോട്ടെടുപ്പ് സാമഗ്രികൾ എത്തിച്ചു വിതരണം ചെയ്തു. നിരവധി ബസ് റൂട്ട് സർവീസ് റദ്ദാക്കിയാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് എത്തിയത്. പോളിംഗ് ബൂത്തുകളും സർവ്വസജ്ജം. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട് നഗരസഭാ കാര്യാലയം, നെന്മാർ NSS കോളേജ്, ആലത്തൂർ ASMO ഹയർ സെക്കൻഡറി സ്കൂൾ, നാട്ടുകൽ ഗവൺമെന്റ് കോളേജ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ രാവിലെ ഉദ്യോഗസ്ഥരെത്തി വോട്ടെടുപ്പ് സാമഗ്രികൾ സ്വീകരിച്ചു. 1000-ഓളം ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പ്ലാസ്റ്റിക് പൂർണ്ണമായും മുക്തമാക്കിയുള്ള ഹരിത തെരഞ്ഞെടുപ്പായാണ് ഈ തെരഞ്ഞെടുപ്പിനെ ജനം കാണേണ്ടതെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. വോട്ടിംഗ് യന്ത്രവും മുട്ടുസൂചി, പേന, സീൽ, കയ്യൊപ്പ് പതിക്കാനുള്ള പാഡ് തുടങ്ങിയ സാമഗ്രികളാണ് വിതരണം ചെയ്തത്. നെന്മാറ NSS കോളേജിൽ DFO P പ്രവീണിന്റെ നേതൃത്വത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സീൽ ചെയ്ത് സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് മുറികൾ തുറന്ന് പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തി. സുഗമമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുമെന്ന് പ്രവീൺ പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ട് നെന്മാറ ബ്ലോക്കിലെ പോളിംഗ് സ്റ്റാഫിനുള്ള സാധന വിതരണം ഇന്ന് ആരംഭിക്കുകയാണ്. 7 പഞ്ചായത്തുകളിലായി 7 സ്ട്രോങ് റൂമുകളും ഓരോ പഞ്ചായത്തുകളിലും 3 വീതം വിതരണ കൗണ്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളുടെ കീഴിലുള്ള 7 സ്ട്രോങ് റൂമുകളും രാവിലെ തന്നെ സീൽ പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത ശേഷമാണ് വിതരണം തുടങ്ങുന്നത്. ജില്ലയിൽ 2749 പോളിംഗ് ബൂത്തുകളാണ് മൊത്തം സജ്ജീകരിച്ചിട്ടുള്ളത്. തമിഴ് മേഖലയിലേക്കായി 93 പോളിംഗ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. മൊത്തം 3054 പോളിംഗ് ബൂത്തുകൾ. എല്ലാ ടീമുകളും എത്തിയതിനു ശേഷം എല്ലാവരും എത്തി എന്ന കാര്യം റൂട്ട് ഓഫീസർ ഹെൽത്ത് ഡെസ്ക് കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ വാഹനങ്ങൾ പുറപ്പെടാൻ പാടുള്ളൂ. റൂട്ട് ഓഫീസർമാരുടെ ശ്രദ്ധയ്ക്ക് അവരവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ എല്ലാ ടീമുകളും എത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അക്കാര്യം ഹെൽത്ത് ഡെസ്ക് കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ വാഹനങ്ങൾ പുറപ്പെടാൻ പാടുള്ളൂ. ജില്ലയിൽ മൊത്തം 28,60,000 വോട്ടർമാരാണുള്ളത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിലെത്തിയ ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികളുമായി അതാത് വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി. തുടർന്ന് പോളിംഗ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തി. വോട്ടിംഗ് യന്ത്രത്തിന്റെ സ്വകാര്യതയും വെളിച്ച സംവിധാനവും തയ്യാറാക്കി. സ്വകാര്യത ഉറപ്പുവരുത്താനായി ക്യാബിനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 6 മണിയോടെ വോട്ടിംഗ് മെഷീൻ പ്രവർത്തനം ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തും. കുടിവെള്ളം, ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങൾ, തണൽ, ഇരിപ്പിടം തുടങ്ങിയവയും സജ്ജമാക്കി കഴിഞ്ഞു. ഭിന്നശേഷിക്കാരെ വന്നയുടൻ വോട്ട് ചെയ്യിക്കാനാണ് നിർദ്ദേശം. പോലീസിലെ 4500 അംഗ സൈന്യത്തെയാണ് ജില്ലയിലാകെ നിയോഗിച്ചിട്ടുള്ളത്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമെങ്കിൽ വിശ്രമിക്കുന്നതിനായി പോളിംഗ് ബൂത്തിന് സമീപം പ്രത്യേക മുറിയൊരുക്കും. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനവും പരിസ്ഥിതി സൗഹൃദപരമായിരിക്കും. ഹരിതചട്ടം കർശനമായി പാലിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയെന്നും കമ്മീഷൻ അറിയിച്ചു. അവശരായ വോട്ടർമാർക്കും കാഴ്ചപരിമിതിയുള്ളവർക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രായപൂർത്തിയായ ഒരാളുടെ സഹായം തേടാവുന്നതാണ്. UTV ന്യൂസ്, പാലക്കാട്.